സ്കൂൾ പ്രവേശനോത്സവം എല്ലാ കൊല്ലവും വർണ്ണാഭമായി തന്നെയാണ് നടക്കുക. ഇക്കുറിയും അതിനു മാറ്റമുണ്ടായില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിവിധ ജില്ലകളിലെ സ്കൂളിലെത്തി പ്രവേശനോത്സവങ്ങളിൽ പങ്കെടുത്തു. ജനപ്രതിനിധികളും പ്രമുഖ വ്യക്തികളും സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവത്തിന്റെ ഭാഗമായുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലെ പ്രവേശനോത്സവമാണ് പോക്സോ കേസ് പ്രതിയെ മുഖ്യാതിഥിയായി പങ്കെടുപ്പിച്ച് വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് വാർത്തയായതോടെ വിദ്യാഭ്യാസ മന്ത്രി പതിവ് പോലെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഹെഡ് മാസ്റ്റർ അടക്കമുള്ളവർക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്നാണ് വ്യക്തമായിരിക്കുന്നത്. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത് കേസിൽ അകപ്പെട്ട അധ്യാപകരിൽ ചിലരെ അടുത്തിടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിട്ടത്. പോക്സോ കേസ് പ്രതികളായ അധ്യാപകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തിങ്കളാഴ്ച സർക്കാരും ഉത്തരവിട്ടിരുന്നു. അതേ ദിവസം തന്നെയാണ് പോക്സോ കേസ് പ്രതി പ്രവേശനോത്സവത്തിൽ മുഖ്യാതിഥിയായി എത്തിയതെന്നാണ് അതിവിചിത്രം. ഇയാൾ കുട്ടികളെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുകയും സമ്മാന വിതരണം നടത്തുകയും ചെയ്തു. ഇയാൾ പോക്സോ കേസ് പ്രതിയാണെന്ന് ചിലപ്പോൾ കുട്ടികൾക്ക് അറിയില്ലായിരിക്കും. എന്നാൽ ഹെഡ് മാസ്റ്റർ അടക്കമുള്ള അധ്യാപകർക്ക് ഇക്കാര്യം അറിയില്ലായിരുന്നു എന്നത് ന്യായീകരണമല്ല. സ്കൂളിലേക്ക് വിളിക്കുന്നവർ ആരാണെന്നും അവർ എന്താണെന്നും അറിയേണ്ടത് അധ്യാപകരുടെയും PTA കമ്മിറ്റിയുടെയും ചുമതലയാണ്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്ളോഗർ മുകേഷ് M നായരാണ് വിവാദ നായകൻ. പോക്സോ കേസിൽ മാത്രമല്ല, മദ്യത്തിന്റെയും വിശദാംശങ്ങൾ വീഡിയോകൾ വഴി നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന ആളുമാണ്. വീഡിയോ ചിത്രീകരണത്തിനെന്ന പേരിൽ വിളിച്ചു വരുത്തിയ കുട്ടിയോട് അപമര്യാദയായി പെരുമാറിയതിന് ഒരു മാസം മുമ്പാണ് ഇയാൾക്കെതിരെ പോക്സോ കേസ് എടുത്തത്. സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ എന്തും ചെയ്യുന്ന ഇത്തരത്തിലൊരാളെ സ്കൂളിന്റെ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ എങ്ങനെയാണ് അധ്യാപകർക്ക് കഴിഞ്ഞതെന്നാണ് അറിയേണ്ടത്. പ്രവേശനോത്സവത്തിലെ പോക്സോ കേസ് പ്രതിയുടെ സാന്നിധ്യം ഉണ്ടായതിൽ പ്രധാന അധ്യാപകന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകാനാകില്ല. വിവാദ വ്യക്തിയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് പരിപാടിയുടെ സ്പോൺസർ ആകാം. എന്നാൽ വിഷയത്തിൽ മതിയായ കരുതൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നും DDയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ DDയുടെ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് DGE മടക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട്. വിഷയത്തിൽ ആർക്കാണ് വീഴ്ച സംഭവിച്ചത് എന്നും ആർക്കെല്ലാമെതിരെ നടപടി വേണമെന്നും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് DGയുടെ നടപടി. സ്കൂൾ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതി മുഖ്യാതിഥിയായി എത്തിയ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും അടിയന്തര റിപ്പോർട്ട് തേടിയിരുന്നു. അടിയന്തരമായി വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്നതായിരുന്നു തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപഡയറക്ടർ നൽകിയ നിർദ്ദേശം. പോക്സോ കേസ് പ്രതികളായ അധ്യാപകർക്കെതിരെ കർശന നടപടിയെടുക്കാൻ സർക്കാർ ഉത്തരവിട്ട അതേ ദിവസം തന്നെയാണ് സ്കൂളിൽ അതിഥിയായി പോക്സോ കേസ് പ്രതി എത്തിയ സംഭവം വലിയ വിമർശനം നേരിട്ടിരുന്നു. തുടർന്നാണ് മന്ത്രി അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വ്യാപകമാകുകയും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ലഹരി മാഫിയയുടെ വലയിൽ അകപ്പെടുകയും ചെയ്യുന്നതിനെതിരെ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും പോലീസും എക്സൈസും ഒക്കെ അഹോരാത്രം പണിയെടുക്കുകയാണ്. എന്നാൽ മദ്യക്കുപ്പികളുമായി പരസ്യമായി തന്നെ വീഡിയോ ചെയ്യുന്ന ഒരാളെ, അതും പോക്സോ കേസ് ഉണ്ടെന്ന് വലിയ വാർത്തകൾ അടുത്തിടെ വന്നയാളെ സ്കൂളിന്റെ പടിക്കകത്ത് കയറ്റാൻ പോലും പാടില്ലാത്തതാണ്. അതിന് അനുവദിച്ച ഹെഡ് മാസ്റ്ററുടെയും മറ്റും സ്വഭാവ സവിശേഷതകളും മനോഭാവവും മനോനിലയും വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി തന്നെ വിലയിരുത്തേണ്ടതാണ്. വാസ്തവത്തിൽ ഇത്തരക്കാർ കുഞ്ഞുങ്ങളുടെ ഭാവിയെ അപകടപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമൂഹ മാധ്യമങ്ങളിൽ ഒന്നിനും അതിരുകളൊന്നുമില്ലാത്ത കാലമാണ്. സ്കൂൾ കുട്ടികളിൽ അടക്കം ഏറെ പേരും മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ്. സോഷ്യൽ മീഡിയയും വിവിധ തരം ഗെയിമുകളും കുട്ടികളെ വല്ലാത്ത തോതിൽ സ്വാധീനിച്ച് അവരുടെ പഠനവും ജീവിതവും ഭാവിയും അവതാളത്തിലാക്കുന്ന എത്രയോ സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ മൊബൈൽ ഫോണിന്റെയും സോഷ്യൽ മീഡിയയുടെയും അമിതമായ ഉപയോഗത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ ഒട്ടേറെ പദ്ധതികൾ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നുമുണ്ട്. അപ്പോഴാണ് സമൂഹത്തിന് മുന്നിൽ സ്വന്തം താല്പര്യങ്ങൾക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്കുമായി എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ഒരാളെ പ്രവേശനോത്സവത്തിലേക്ക് വിളിച്ച് അയാളെ കുട്ടികളുടെ മുന്നിലൂടെ ആനയിച്ച് മുഖ്യാതിഥിയായി അവതരിപ്പിച്ചത്. ഇയാൾ സ്കൂൾ കുട്ടികൾക്ക് എന്തു മാതൃകയാണ് പകർന്നു നൽകുന്നത് എന്ന് ഉത്തരം പറയേണ്ടത് ഉത്തരവാദികളായ അധ്യാപകർ തന്നെയാണ്. കോവളത്തെ റിസോർട്ടിൽ വെച്ച് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിച്ചെന്നും നിർബന്ധിച്ച് അർദ്ധനഗ്നയാക്കി വീഡിയോ ചിത്രീകരിച്ചെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു മാസം മുമ്പ് മുകേഷ് നായർക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. സ്കൂൾ പ്രവേശനോത്സവ ദിവസം രാവിലെ ഇയാൾ തന്റെ ഫേസ്ബുക്ക് പേജിൽ പരിപാടിയുടെ നോട്ടീസ് പങ്കുവച്ചിരുന്ന വിവരം വാർത്തകളായി വന്നിട്ടുണ്ട്. എന്നിട്ടും ഇയാൾ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിവരം താൻ അറിഞ്ഞിരുന്നില്ലെന്നും അപ്രതീക്ഷിതമായി ഇയാൾ വേദിയിലേക്ക് കടന്നു വരികയായിരുന്നുവെന്നുമാണ് പ്രധാന അധ്യാപകൻ വിശദീകരണം നടത്തിയത്. പറ്റിയ തെറ്റ് തിരുത്തുന്നതിനും ഇനി വീഴ്ച ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതിനും പകരം താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഠിന പ്രയത്നം നടത്തുന്ന ഒരു പ്രധാന അധ്യാപകനെയാണ് വാർത്തകളിൽ നിന്നും കാണാനാകുന്നത്. യാതൊരു ബോധവുമില്ലാത്ത അധ്യാപകർ മാത്രമേ തങ്ങൾ ഭാവി രൂപപ്പെടുത്തുന്ന കുട്ടികളുടെ മുന്നിലേക്ക് ഇത്തരക്കാരെ ആനയിക്കൂ എന്ന കാര്യത്തിൽ
യാതൊരു സംശയവുമില്ല.